ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഓരോരുത്തരും ഏതു നിമിഷമാണെന്ന് പോലും അറിയപ്പെടാത്ത രൂപത്തിൽ ഒരു മടക്കം എന്നുള്ളത് തീർച്ചയാണല്ലോ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഖിബത്ത് നന്നാകുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതാണ്. ആഖിബത്ത് നന്നായാലാണ് നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ സാധിക്കുക, സിറാത്തുൽ മുസ്തഖീമിൽ രക്ഷപ്പെടാൻ സാധിക്കുക, എല്ലാത്തിനുമുപരി നരകമോചനവും സ്വർഗപ്രവേശവും സാധ്യമാകുക. ഇതിനൊക്കെ സഹായകമാകുന്ന അമലുകൾ ദുനിയാവിൽ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പദം ഉച്ചരിച്ച് മരണപ്പെട്ടാൽ സ്വർഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വാഗ്ദാനം ചെയ്തതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മരണപ്പെടുന്ന സമയത്ത് അങ്ങ് ചൊല്ലിയേക്കാം, എന്നാൽ മതിയല്ലോ, രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാലോ? അങ്ങനെ എല്ലാവർക്കും ചൊല്ലാൻ സാധിച്ചോളണമെന്നില്ല. സ്വഹാബികളിൽ പ്രമുഖരായ സ്വഹാബിമാർക്ക് തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ ചില പരീക്ഷണങ്ങൾ കാരണമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചൊല്ലാൻ സാധിക്കാതെ വരികയും പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുത്ത് അത് സാധിക്കുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അവ എപ്പോഴും നമുക്ക് ചൊല്ലാൻ സാധിക്കുമെന്നുള്ള ധാരണ അത് തെറ്റാണ്. മരണപ്പെടുന്ന സമയത്ത് നാക്കതിന് വഴങ്ങിത്തരില്ല. പല സന്ദർഭങ്ങളിലും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നമുക്ക് വഴങ്ങിക്കിട്ടാൻ ജീവിതകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് മരണസമയത്ത് നമ്മുടെ നാക്കിലേക്ക് വരിക എന്നുള്ളത് ചില ചരിത്ര സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഏതോ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് തെറി പറഞ്ഞു മരണപ്പെട്ടുപോൽ. അതിൻ്റെ കാരണം അയാൾ ആ വാക്ക് സ്ഥിരമായിട്ട് മറ്റുള്ളവരെ പറഞ്ഞതായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എത്ര തവണ ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിൻ്റെ പദം ചൊല്ലുന്നുണ്ട്? അള്ളാഹു നമുക്ക് അത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുകയും അത് കാരണമായിട്ട് മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ പദം ഉച്ചരിച്ച് വുളൂയോടുകൂടെ സുജൂദിലായി കിടക്കുന്ന സമയത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.